ഹായ് എവരി വൺ. ഇന്നത്തെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ACL ആണ്. വാട്ട് ഈസ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ്. ACLൻ്റെ ഫുൾ ഫോമാണ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ്. സിമ്പിളായിട്ട് ഇതിനെ ആക്സസ് ലിസ്റ്റ് എന്നും പറയാറുണ്ട്. ഈ ആക്സസ് ലിസ്റ്റ് എന്ന് പറയുന്നതാണ് ശരിക്കും ഈ ഫയർവാള് ഒക്കെ ഒരു പ്രൊസീജിയർ ആയിട്ടുള്ളത്. അതായത് ബേസിക് ലെവലിലുള്ള പാക്കറ്റ് ഫിൽട്രേഷൻ മെക്കാനിസമാണ്. സിസ്കോ റൂട്ടിനകത്ത് സ്വിച്ചസിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ബേസിക് പാക്കറ്റ് ഫിൽട്രേഷൻ മെക്കാനിസമാണ് എന്ത് ആക്സസ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു റൂട്ടറിൻ്റെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് റൂട്ടിംഗ് ആണ്. അതായത് റൂട്ടറിന് മൾട്ടിപ്പിൾ ഇൻ്റർഫേസുകൾ ഉണ്ട് എന്ന് വിചാരിക്കും. റൂട്ടറിൻ്റെ മാത്രം നമ്മൾ ഒരു റൂട്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു റൂട്ടറിന് എന്തുണ്ടാവും, റൂട്ടിംഗ് ടേബിൾ ഉണ്ടാവും. ഓരോരോ നെറ്റ്വർക്കുകളും അത് ഏത് ഇൻ്റർഫേസിലേക്കാണ് പാക്കറ്റിനെ സെൻഡ് ചെയ്യേണ്ടത്. ഈ നെറ്റ്വർക്കിലേക്ക് വരുന്നതാണെങ്കിൽ ഏത് ഇൻ്റർഫേസിലേക്കാണ്, നെറ്റ്വർക്ക് ID, സബ്നെറ്റ് മാസ്ക്, അത് ഏത് ഇൻ്റർഫേസിലേക്കാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷനാണ് റൂട്ടിംഗ് ടേബിൾ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റൂട്ടർ ബേസിക്കലി എന്താ ചെയ്യുന്നത്, ഒരു പാക്കറ്റ് ഒരു ഇൻ്റർഫേസിലൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ അത് റൂട്ടിംഗ് ടേബിൾ നോക്കി അതിനെ ഏത് ഇൻ്റർഫേസിലേക്ക് കടത്തി വിടണം എന്ന് മനസ്സിലാക്കി ആ ഇൻ്റർഫേസിലേക്ക് സെൻഡ് ചെയ്യിപ്പിക്കുകയാണ് ശരിക്കും ബേസിക്കലി ഒരു റൂട്ടർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റൂട്ടറിൻ്റെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂട്ടറിനെ കൊണ്ട് മറ്റ് പല ജോലികളും നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിനകത്ത് വരുന്ന ഒരു ജോലിയാണ് എന്ത്, പാക്കറ്റ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ റൂട്ടറിനകത്ത് നമ്മൾ വേറെ കുറേ റൂൾസ്, അതായത് റൂട്ടിംഗ് ടേബിൾ അവിടെ ഉണ്ട് ഓൾറെഡി. അത് കൂടാതെ നമുക്ക് റൂട്ടറിനകത്ത് കുറേ റൂൾസ് എഴുതി കൊടുക്കാൻ പറ്റും. ഇന്ന പാക്കറ്റുകളാണെങ്കിൽ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം അല്ലെങ്കിൽ സെൻഡ് ചെയ്യാം, നേരെ മറിച്ച് ഇന്ന പാക്കറ്റുകളാണെങ്കിൽ അതിനെ ഡ്രോപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ പല റൂളുകളും ക്രൈറ്റീരിയാസും നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. അപ്പം റൂട്ടർ എന്ത് ചെയ്യും വെച്ചാൽ അഡീഷണലായിട്ട് അവരെന്ത് ചെയ്യും, റൂട്ടിങ്ങിന് പുറമെ അല്ലെങ്കിൽ അതുപോലെ തന്നെ റൂട്ടിങ് ചെയ്യുന്നത് പോലെ തന്നെ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ റൂൾസ് നോക്കും. ഈ റൂൾസിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഈ റൂൾസിൽ സാറ്റിസ്ഫൈ ചെയ്ത പാക്കറ്റുകളാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം നോക്കും. പെർമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കറ്റിനെ കടത്തി വിടും. നേരെ മറിച്ചിട്ട് ഡ്രോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഈ പാക്കറ്റ് ഡ്രോപ്പായി പോകും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷനുള്ള റൂട്ടറാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ റൂട്ടറിനകത്ത് യൂട്യൂബിലേക്കുള്ള ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിലേക്കുള്ള പാക്കറ്റുകളാണെങ്കിൽ അതിനെ പെർമിറ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ടൊറൻറ്റിൻ്റെ ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡ്രോപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള പല രീതിയിലുള്ള എക്സ്ട്രാ റൂൾസും നമുക്ക് കോൺഫിഗർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായി, അവിടെ ഒരു എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആക്സസ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് ചില വെബ്സൈറ്റുകൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചില വെബ്സൈറ്റുകൾ യൂസ് ചെയ്യരുത് എന്നൊക്കെയുള്ള രീതിയിൽ കൺട്രോളിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പല പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ആക്സസ് ലിസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ടോപ്പോളജി കാണിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഒരു യൂസറുണ്ട്, ഒരു അഡ്മിനിസ്ട്രേറ്ററും ഉണ്ട്. ഓക്കെ, ഈ യൂസർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ FTP സെർവർ ആക്സസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്ററും FTP സെർവർ ആക്സസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഈ ട്രാഫിക് പാസ് ചെയ്ത് പോകുന്നത് ഈ റൂട്ടറിലൂടെ പാസ് ചെയ്ത് പോയി, ഈ റൂട്ടറിലൂടെ പാസ് ചെയ്ത് പോയി, ഈ സ്വിച്ചിലൂടെ വന്നിട്ടാണ് ഈ സെർവറിൽ എത്തുന്നത്. അപ്പം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ റൂട്ടറിനകത്ത് ഈ R1 R2 എന്ന് പറയുന്ന റൂട്ടറിനകത്ത് ഈ റൂട്ടറിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആക്സസ് ലിസ്റ്റ് എഴുതി കൊടുക്കാം. എന്നിട്ട് പറയാം യൂസറിനെ പെർമിറ്റ് ചെയ്യേണ്ട, യൂസറിനെ ആണെങ്കിൽ യൂസർ ട്രാഫിക് ആണെങ്കിൽ അതിനെ ഡിനൈ ചെയ്യണം, നേരെ മറിച്ച് അഡ്മിനിസ്ട്രേറ്റർ ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ അതിനെ പെർമിറ്റ് ചെയ്യണം എന്ന് നമ്മളിവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, യൂസർ ആക്സസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ പാക്കറ്റിനെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ യൂസർക്ക് FTP സെർവർ ആക്സസ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് അഡ്മിനിസ്ട്രേറ്റർ IP അഡ്രസ്സ് എന്നാവുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റർ IP അഡ്രസ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പെർമിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് ആ FTP സെർവർ കിട്ടുകയും ചെയ്യും. അപ്പം ഈ ഒരു പർപ്പസാണ് ശരിക്കും ആക്സസ് ലിസ്റ്റിൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളിപ്പോൾ നാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആക്സസ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലേക്ക് നമ്മൾ വരുന്നില്ല. അത് നമ്മൾ ഈ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ അതൊന്നും നമ്മൾ ആൻസർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ബേസിക് ലെവലിലുള്ള ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ ആൻസർ, ഇതാണ് ആക്സസ് ലിസ്റ്റിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം.
നമുക്ക് ആക്സസ് ലിസ്റ്റിനെ പറ്റി ഒരുപാട് നമുക്ക് കവർ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് എന്താ, എക്സ്റ്റൻഡഡ് ആക്സസ് ലിസ്റ്റ് എന്താ, ഇൻബൗണ്ട് ആക്സസ് ലിസ്റ്റ് എന്താണ്, ഔട്ട് ബൗണ്ട് ആക്സസ് ലിസ്റ്റ് എന്താണ്, നെയിംഡ് ആക്സസ് ലിസ്റ്റ് എന്താണ്, നമ്പേർഡ് ആക്സസ് ലിസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് പറയാനുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളതൊന്നും കവർ ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ആക്സസ് ലിസ്റ്റ് നമുക്ക് എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ആക്സസ് ലിസ്റ്റ് എന്താണ് എന്ന് നിങ്ങളോടൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ ആൻസർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഡെഫിനിഷൻ എന്താണ്? ആക്സസ് ലിസ്റ്റ് ഈസ് എ പാക്കറ്റ് ഫിൽട്ടറിംഗ് മെക്കാനിസം which can control traffic flow to or from a network device like router or switch. റൂട്ടറോ സ്വിച്ചോ പോലെയുള്ള നെറ്റ്വർക്ക് ഡിവൈസിനകത്തുള്ള ഒരു ബേസിക് പാക്കറ്റ് ഫിൽട്രേഷൻ മെക്കാനിസമാണ് ആക്സസ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു റൂട്ടറിലേക്ക് കടന്നു വരുന്നതോ അല്ലെങ്കിൽ ഒരു റൂട്ടറിൽ നിന്നും പുറത്തു പോകുന്നതോ അല്ലെങ്കിൽ റൂട്ടർ കൂടെ പാസ് ചെയ്ത് പോകുന്നതോ ആയിട്ടുള്ള ട്രാഫിക്കിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻ ആക്സസ് ലിസ്റ്റ് കൺട്രോൾസ് ട്രാഫിക് ഇൻ ആൻഡ് ഔട്ട് ഓഫ് എ നെറ്റ്വർക്ക് ഡിവൈസ്. അതായത് ഒരു റൂട്ടറിൻ്റെ ഇൻകമ്മിങ് ആയിട്ടുള്ള ട്രാഫിക്കിനെയോ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ട്രാഫിക്കിനെയോ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫിൽറ്ററിങ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം കടത്തിവിടാം, അനാവശ്യമായിട്ടുള്ള ട്രാഫിക്കിനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അതാണ് അടുത്ത ഡെഫിനേഷൻ. പിന്നെ വേറൊരു സിമ്പിൾ ഡെഫിനേഷൻ: ആക്സസ് ലിസ്റ്റ് ഫിൽട്ടേഴ്സ് നെറ്റ്വർക്ക് ട്രാഫിക് ബേസ്ഡ് ഓൺ റൂൾസ്. നമുക്ക് കുറേ റൂൾസ് ഉണ്ടാവും, ആ റൂൾസിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫിൽട്രേഷൻ വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ ആക്സസ് ലിസ്റ്റ് അലൗ ഓർ ബ്ലോക്ക് സ്പെസിഫിക് നെറ്റ്വർക്ക് ട്രാഫിക് അക്കോർഡിംഗ് ടു കോൺഫിഗേർഡ് റൂൾസ്. നമ്മൾ പറഞ്ഞ ഈ പോയിൻ്റ് തന്നെയാണ്, അത് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു ഡെഫിനിഷൻ എന്താണ്? ആക്സസ് ലിസ്റ്റ് ഡിഫൈൻസ്, അല്ലെങ്കിൽ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ഡിഫൈൻസ് വിച്ച് ട്രാഫിക് ക്യാൻ എൻ്റർ ഓർ എക്സിറ്റ് എ നെറ്റ്വർക്ക്. ഓക്കെ, വേറൊരു സിമ്പിൾ ഡെഫിനിഷൻ: ആക്സസ് ലിസ്റ്റ് ആർ യൂസ്ഡ് ടു പെർമിറ്റ് ഓർ ഡിനൈ ട്രാഫിക് ഓൺ എ നെറ്റ്വർക്ക്. പിന്നെ വേറൊന്ന്: ആൻ ആക്സസ് ലിസ്റ്റ് സെറ്റ്സ് റൂൾസ് ടു മാനേജ് ട്രാഫിക് ഫ്ലോ ത്രൂ എ നെറ്റ്വർക്ക് ഡിവൈസ്. ഇങ്ങനെ പല രീതിയിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അഥവാ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യന് ഇങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസറിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ആക്സസ് ലിസ്റ്റിൽ ചോദിക്കാനുള്ള വേറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് ആൻഡ് എക്സ്റ്റൻഡഡ് ആക്സസ് ലിസ്റ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻബൗണ്ട് ആക്സസ് ലിസ്റ്റ് ആൻഡ് ഔട്ട് ബൗണ്ട് ആക്സസ് ലിസ്റ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അതിനുകൂടെ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. ഇൻബൗണ്ട് ആക്സസ് ലിസ്റ്റോ ഔട്ട് ബൗണ്ട് ആക്സസ് ലിസ്റ്റോ നമുക്കറിയാം, ഒരു ഇൻ്റർഫേസ് ഉണ്ട്. ആ ഇൻ്റർഫേസിലേക്ക് ഇൻകമ്മിങ് ട്രാഫിക്കിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻബൗണ്ട് ആക്സസ് ലിസ്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. അതേപോലെ തന്നെ ഈ ഇൻ്റർഫേസിലൂടെ പുറത്തേക്ക് പോകുന്ന ട്രാഫിക്കിനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് ബൗണ്ട് ആക്സസ് ലിസ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഇൻബൗണ്ടും ഔട്ട് ബൗണ്ട് എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം ഒരു റൂട്ടറിനകത്ത് നമുക്ക് ആക്സസ് ലിസ്റ്റ് നമ്മൾ എഴുതുക എവിടെയാണ്? കോൺഫിഗറേഷൻ മോഡിലാണ് അല്ലേ? ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിലേക്ക് എനേബിൾ അടിച്ചു, കോൺഫിഗർ ടെർമിനൽ അടിച്ചു, കോൺഫിഗറേഷൻ മോഡിൽ വന്നിട്ടാണ് നമ്മൾ ആക്സസ് ലിസ്റ്റ് എഴുതുക. അപ്പോൾ ഈ ആക്സസ് ലിസ്റ്റ് എഴുതിയത് കൊണ്ട് മാത്രം ഈ ആക്സസ് ലിസ്റ്റ് വർക്കാവില്ല. എന്ത് ചെയ്യണം? അപ്പോൾ ആക്സസ് ലിസ്റ്റിനകത്ത് 2 സ്റ്റെപ്പ് ഉണ്ട്. ആക്സസ് ലിസ്റ്റ് എഴുതുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? അതൊരു പെർട്ടിക്കുലർ ഇൻ്റർഫേസിൽ വന്നിട്ട് ആ ആക്സസ് ലിസ്റ്റ് നമ്മളതിനെ അപ്ലൈ ചെയ്യണം. ആ ആക്സസ് ലിസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഇൻബൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഔട്ട് ബൗണ്ട് ആയിട്ടോ ആണ് നമ്മളതിനെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ആക്സസ് ലിസ്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? അപ്പം നമുക്കറിയാം, നമ്മളൊരു വീട്ടിലൊരു സെക്യൂരിറ്റിക്കാരനെ വെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിൽ സെക്യൂരിറ്റിക്കാരനെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളോട് നമ്മൾ ഡോറിൻ്റെ അടുത്ത് പോയി നിൽക്കാനാണ് പറയുക. കാരണം ഡോറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ആൾക്കാരെ എൻ്റർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു റൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം പാക്കറ്റുകൾ എൻ്റർ ചെയ്യുന്നത് എന്താണ്? ഒരു ഇൻ്റർഫേസിലൂടെയാണ് പാക്കറ്റുകൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആക്സസ് ലിസ്റ്റ് എവിടെയാണ് പ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടത്? ഇൻ്റർഫേസിലാണ് പ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻബൗണ്ട് ആണോ ഔട്ട് ബൗണ്ട് ആണോ എന്നുള്ളത് നമ്മൾ ആ ഇൻ്റർഫേസിൽ പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻസ് ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആക്സ് ലിസ്റ്റിനെ പറ്റി ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത്ര മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. ആക്സ് ലിസ്റ്റ് എന്താണ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.